ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നൊരു യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ കൂടല്ലൂർ എത്തിയിട്ടുണ്ട്. കൂടല്ലൂരിൽ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഊട്ടി ഫ്ലവർ ഷോ കാണാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതായാലും നമ്മുടെ മസിനഗുഡി വഴി ഊട്ടി കയറിയിട്ട് ആ കാടും ആ ചുരം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അടിപൊളി ക്ലൈമറ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ബാബു സാറുണ്ട്. ബാബു സാർ ഹായ് പറയൂ. ഹായ്. അപ്പോൾ നമ്മുടെ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഏതായാലും ഫ്ലവർ ഷോന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഏതായാലും ഫുള്ള് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. വീഡിയോ മുഴുവനായിട്ട് കാണാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് നമുക്കിനി പോവാം. നമ്മളങ്ങനെ കൂടല്ലൂർ എത്തിട്ടോ. ഒരു പമ്പിൽ കയറി ഇത്തിരി ഫ്യൂല് ഫില്ല് ചെയ്ത് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് ഫ്രഷപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ എങ്ങനെ പറയാം, നമ്മൾ തുറപ്പള്ളി എത്തി. തുറപ്പള്ളി അറിയാലോ, നമ്മുടെ മുതുമല ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നുള്ള അവസാനത്തെ ടൗൺ. ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനും ഒക്കെ അവസരമുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് കയറിയിട്ട്, ഇവിടെ ഇടക്കരയുള്ള ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഷോപ്പാണ്. അവിടെ നിന്ന് നല്ല ബനാന ചിപ്സ്, പൂളപ്പൊരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പാക്കറ്റ് പൂളപ്പൊരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ളത്. അതുവഴി കഴിഞ്ഞിട്ട് മസിനഗുഡി വഴി കയറണം. അപ്പോഴൊക്കെ ഫുഡിന് ഇത് വരുന്നതുകൊണ്ട് ഏതായാലും ഊട്ടിയിലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നേരെ വിടാം. അപ്പോൾ തുറപ്പള്ളി ടൗണും കഴിഞ്ഞിട്ട് നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ സൈറ്റിങ്സ് കിട്ടുമെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും നമ്മളൊരു കാട്ടിൽ നിന്ന് ആദ്യം കാണേണ്ട സൈറ്റിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൂട്ടം മാനുകളാണ്. അപ്പം ഇവരെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഗുയിസ്, നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ തെപ്പക്കാട് എത്തുന്നതിന് മുന്നേ ഒരു റോഡ് കണ്ട്. എന്നിട്ട് റോഡല്ല, നമ്മുടെ പുഴയിലേക്കുള്ളൊരു വഴി. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടൗൺ ഏരിയ മീൻസ് തെപ്പക്കാട് ആനസങ്കേതമൊക്കെ വരുന്ന എലിഫൻറ്റ് ഫീഡിങ് സെൻ്ററൊക്കെ വരുന്ന ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്ന് രണ്ട് വിഷ്വൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോരാന്ന് വെച്ചിട്ട് പോയി നോക്കുകയാണ്. ആന വന്നാൽ തല പോകണ്ട വെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ പ്രശ്നമില്ലല്ലോ, തല ഉണ്ടാവുമല്ലോ. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നമ്മളാരും ഇങ്ങോട്ട് വരലില്ല. ഒന്നാമത് ഇവിടെ അങ്ങനെ പെർമിഷൻ ഉള്ള സ്ഥലമാവില്ല. വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. ഇവിടെയൊക്കെ ഇറങ്ങുന്നതിൽ ഫൈൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് 2 വീഡിയോസ് എടുത്തിട്ട് ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. ഫോറസ്റ്റിൻ്റെ ഫൈൻ ഉണ്ടാകുന്ന വരെ ചങ്ങായി വന്നിട്ട് പറഞ്ഞു. പക്ഷേ ആളിതിലൂടെ നടന്നു പോണ്. ഏതായാലും നമ്മളിനി ഇവിടുന്ന് പോകാം. നേരെ അവിടെ അപ്പുറത്ത് ആനകളൊക്കെ ഉണ്ട്. ഇവിടെ ആനസങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനകളൊക്കെ ഉണ്ട്. പോയേക്കാം. ഇപ്പം ഫൈൻ ഇവിടുന്ന് മസിനെ കൂടി വന്നിട്ട് ഫൈൻ വാങ്ങണ്ട. തെപ്പക്കാട് എത്തിയിട്ടുണ്ട്. തെപ്പക്കാട് നിന്ന് ഊട്ടി റോഡ്, മസിനഗുഡി വഴി ഊട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് നമ്മുടെ 36 എയർപിൻ ബെൻഡുകളുള്ള മനോഹരമായിട്ടുള്ള ചുരം കവർ ചെയ്യാണ്ട്. അതിന് മുന്നേ നമ്മുടെ മസിനഗുഡി കാട്, അവിടെ രംഗഞ്ചേട്ടൻ എലിഫൻറ്റ് ഫീഡിങ് സെൻ്റർ ആണ് കേട്ടത്. ഇതാണ് നമ്മുടെ എലിഫൻറ്റ് ഫീഡിങ് സെൻ്റർ. ഇവിടെ 8:30 മണിക്കാണ് ഓപ്പണിങ്. 8:30 മണി മുതൽ 9 മണി വരെ അവിടെ എലിഫൻസിന് ഫീഡ് തന്നെ കാണാൻ പറ്റും. ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഭാഗമായിട്ടും സെയിം ഒരു സംഭവമുണ്ട്. പക്ഷെ അവിടെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നൊരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. ഇനി മസിനഗുഡി
കാടിന്റെ കാഴ്ചകൾ. അതാ മയില് പറഞ്ഞു. മസനഗുഡി കാടിൽ നിന്ന് ഗൈസ് നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ആശാനൊരു കൊമ്പനാണ് കേട്ടോ, പക്ഷെ ഒറ്റ കൊമ്പുള്ളൂ. നമ്മൾ മസനഗുഡി ടൗൺ എത്തുന്നതിന് മുന്നേ കണ്ടൊരു കാഴ്ചയാട്ടത്. ഇവിടെ ഒരു കവാടം, അതിൻ്റെ പിറകിൽ ക്ലൗഡ് ബെഡ് പോലത്തെ ഒരു സെറ്റപ്പ്, അതിൻ്റെ പിറകിലായിട്ട് മലകൾ. ഒരു അടിപൊളി ഏരിയ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി. ഇത് നമ്മുടെ മസനഗുഡി ജീപ്പ് സഫാരീസിൻ്റെ ആ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ഡ്രൈവർമാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് 2 ഷോട്ട് എടുത്തിട്ട് പോവാം. പിന്നെ നിങ്ങൾ മസനഗുഡി വരുന്ന സമയത്ത് ഈ ഒരു ബോർഡ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് സിംഗാര എന്നൊരു ഗ്രാമം കാണാൻ പറ്റും. ഒരു 6 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് സിംഗാര എന്ന ഗ്രാമത്തേക്കുള്ളൂ. അവിടെ ഒരു ഫോറസ്റ്റ് റൂട്ടാണ്, ജസ്റ്റ് ഒരു ഗ്രാമം കാണാമെന്നുള്ളതാണ്. അതുപോലെ മോയാർ ഡാമിൻ്റെ റൂട്ടും അതുപോലെ തന്നെയാണ്. അതൊരു അവസാനം ഒരു ചെറിയ ഡാമുണ്ട്, റിസർവോയർ പോലത്തെ സെറ്റപ്പ്. എന്നാലും അങ്ങോട്ടുള്ള റൂട്ട് തന്നെയാണ് അടിപൊളി. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടി. നമ്മളേതായാലും ഇപ്പം ഊട്ടിയിലേക്കാണ് പോകുന്നത്. മോയാർ ഡാമിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ജീപ്പ് സഫാരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ജീപ്പ് സഫാരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റൂട്ടുകളൊക്കെ ഒരു ഒറ്റ ട്രിപ്പിൽ കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് സിരിയൂർ എന്ന് പറഞ്ഞിട്ട് റോഡ് കാണാൻ പറ്റും. അപ്പം അവിടേക്ക് 23 കിലോമീറ്ററാണ്. നമുക്ക് പോകാൻ പറ്റുന്ന കിലോമീറ്ററിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ റോഡൊന്ന് പോയി നോക്കാം. അവിടെ ചെക്ക് പോസ്റ്റും ഒരു പാലൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് ഏരിയ ഉണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഇതും ജസ്റ്റ് ഈ റൂട്ടൊന്ന് കാണാമെന്നുള്ള കേട്ടോ നമ്മുടെ ഉദ്ദേശം. റൂട്ടിൽ കയറിൻ്റെ നല്ലൊരു പീസ്ഫുൾ റൂട്ടാണ്. വേറെ അധികം വെഹിക്കിൾസോ കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് കാട്ടിനുള്ളിലൊരു ഗ്രാമം, അവിടേക്കുള്ള റൂട്ടാണിത്. ഇവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. നമ്മളിവിടെ എൻഡിലെത്തി. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അല്ലേ? ഇതുവരെ നമുക്ക് അലോ ഉള്ളൂ. അപ്പം അതാണ് നമ്മൾ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. എന്തെങ്കിലും പെർമിഷനോ കാര്യങ്ങളോ എടുത്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യമില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. അപ്പം ഇതുപോലത്തെ റൂട്ടുകൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് റൂട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് കയറി വെക്കുക. കാരണം നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടുകളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് ഒരുപാട് അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും, അല്ലേ? വെള്ളമൊക്കെ ആകെ കലങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ നല്ല മഴ പെയ്ത പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ അങ്ങോട്ട് വില്ലേജ് അല്ല കേട്ടോ, ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റില്ല. ഗൈസ്, കഴുകൻ ഇവിടെ പോയി. ഒരു കഴുകൻ. ആള് മൗനവ്രതത്തിലാന്ന് തോന്നുന്നു. അല്ല, ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ നമ്മളങ്ങനെ നമ്മുടെ മസനഗുഡീൻ്റെ നമ്മളെല്ലാ ഫ്രെയിംസിലും കാണുന്ന ആ ഒരു സ്പോട്ടിലെത്തിട്ടോ. അറിയാലോ, 2 മുളങ്കാടുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു പാലം. ഈ ഒരു ഫ്രെയിം മസനഗുഡി നിങ്ങൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി ലൊക്കേഷൻ. എന്തായാലും മസ്റ്റായിട്ടും ഇവിടെ ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല, എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇറങ്ങി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ നിന്നൊരു പ്രത്യേക സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ്. അപ്പം ആ ഒരു മരത്തിൽ മലയണ്ണാനുണ്ട്. എൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് തരാം. നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് അനിമൽസിൻ്റെ കൂടെ ബേഡ്സിനും കൂടി കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഏതായാലും വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആഡ് ചെയ്യും. അപ്പം അതും കൂടി കാണട്ടെ. ഒരുപാട് അനിമൽസ് മാത്രമല്ല, ഒരുപാട് ബേഡ്സിൻ്റെ കൂടി ഒരു കലവറയാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ്, മുതുമല ബന്ദിപ്പൂരെല്ലാം. കിട്ടുമോ?
നമ്മളിത് ആ ചുരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫേമസ് മസിനഗുഡി ചുരം. 36 ഹെയർ പിൻ ബെൻഡുകളുള്ള മനോഹരമായിട്ടുള്ള ഒരു ചുരത്തിൻ്റെ കാഴ്ചകളാണ് ഉണ്ടാവുക. ഏതായാലും ചുരം മുഴുവനായിട്ടൊന്നും കവർ ചെയ്യില്ല. എടുത്തുള്ള ഓരോ വീഡിയോസ് വെച്ചിട്ട് മിക്കവാറും ആൾക്കാരൊക്കെ നമ്മളിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ പോയവരാണ്. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചുരം. ഡേഞ്ചറസ് ആണ്. വൺ സൈഡ് മാത്രം വണ്ടികൾ കടത്തി വിടുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ കൂടുതലും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ മാത്രമേ തിരിച്ചിങ്ങോട്ട് കയറ്റി വിടുള്ളൂ. ഇനി ഇവിടുത്തെ കാഴ്ചകളാക്കാം. വെള്ളം ഉണ്ട് കുറച്ച്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളി വെള്ളച്ചാട്ടം ആവേണ്ടതാണ്. നമ്മളിതാ വണ്ടി അവിടെ നിർത്തി. നേരെ ഇവിടെ കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ്, ഒരു വാച്ച് ടവർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനൊക്കെ ഉള്ളൊരു ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് വരുന്ന വാഹനങ്ങളുടെ ശബ്ദം. ഇവിടെ ആ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാലൊരു 2-3 വീടുകൾ പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും ഒരു വൈബ് ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ശബ്ദമൊക്കെ മാത്രമായിട്ട് അങ്ങനെ നമ്മളിതാ കയറി ഊട്ടിയെത്താനായി. ഒരു 8 ഹെയർ പിൻ ബെൻസ് കൂടെ. തനത് ഊട്ടിക്കാഴ്ചകൾ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കൃഷികളും അങ്ങനത്തെ ആ ഒരു കോട്ടേജുകൾ, ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് സ്റ്റാർട്ടായി. അപ്പം ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് ഫ്ലവർ ഷോ കാണാൻ പോകണം. ഫ്ലവർ ഷോയുടെ ടിക്കറ്റ് എടുത്തിട്ടില്ല, അത് എടുക്കണം. ഓൺലൈനായിട്ട് എടുക്കണം. ഒക്കെ ഞാൻ കാണിച്ചു തരാം. കുതിരകളെ വേണ്ടവർ ഊട്ടിയിലേക്ക് വരിക. ഒരു അന്തം മൂടില്ലാത്ത കുറെ കുതിരകൾ അവിടെ കിടക്കുന്നുണ്ട്. ഊട്ടീൻ്റെ തണുപ്പ് അടിച്ചു തുടങ്ങിട്ടോ. കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ തണുപ്പ് കുപ്പായം, എൻ്റെ കമ്പിളി കുപ്പായം, സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല. ഏതായാലും ഇന്ന് പൊളിക്കും. നേരം 10 മണിയായോ ബാബോ? ഏകദേശം 10 മണിയോട് അടുക്കുന്ന നേരം. എപ്പോഴും തണുപ്പ്, രാവിലത്തെ തണുപ്പുണ്ട് കേട്ടോ അവിടെ. അതായത് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ക്ലൈമറ്റ് ഉള്ളത്, അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഊട്ടിയോട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ്. നമ്മൾ 3:15 പോകുന്നതാണല്ലോ. അതിൻ്റെ ഒരു വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. നമ്മളതങ്ങനെ ഊട്ടി റൗണ്ടിലെത്തിട്ടോ. നീ ഭക്ഷണം കഴിച്ചു. ഈ നേരം നമ്മൾ ഫ്ലവർ ഷോൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അറ്റ് ലാസ്റ്റ് നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നല്ല തിരക്കുണ്ട്. നമ്മളേതായാലും ഒരു ഭാഗത്ത് നമ്മുടെ വണ്ടി സേഫായിട്ട് ഒതുക്കിയിട്ടുണ്ട്. സേഫാണെന്ന് വിചാരിക്കാം, കാരണം ഒരുപാട് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് ഒരാൾക്ക് 125 രൂപ ടിക്കറ്റിൽ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഇതാ നമ്മൾ പോവാട്ടോ. കാണിച്ചാൽ ഉള്ളത്തെ കാഴ്ചകൾ
കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇതാണ്. ഇങ്ങനെ സിമ്പിളായിട്ടൊരു സാധനം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ സുഖമാണ്, നമുക്ക് വരിക്കണ്ട പോയോക്കട്ടെ അതല്ല എന്താ അവസ്ഥ എന്നുള്ളത്. തിരക്കണ്ടോളി മക്കളെ, ഫ്ലവർ ഷോന്റെ തിരക്കണ്ടോളി. രാവിലെ അതെ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോഴേക്ക് തിരക്കുണ്ട് കേട്ടോ. വരുന്നവരൊക്കെ രാവിലെ തന്നെ അല്ല എപ്പോഴാച്ചാ വന്നോളി, എന്തായാലും തിരക്കുണ്ടാവും. പുഷ്പങ്ങളൊക്കെ ഇവിടെ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. ആനേൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കുറേ ആനപ്രേമികളെയും കാണാം. പിന്നെ അവിടെ തോണി തുഴഞ്ഞു പോകുന്ന താറാവ് തോണി തുഴഞ്ഞു പോകുന്ന ഒരു യുവതിയെ കാണാം. യുവതിയുടെ അടുത്തേക്ക് പോയി നോക്കാം. എന്താ ബാബുവിൻ്റെ അഭിപ്രായം? യുവതിൻ്റെ അടുത്തേക്ക് പോയി നോക്കല്ലേ? പോയി നോക്കുക. ഇങ്ങനെ നടന്ന് വേറൊരു ഭാഗത്തെത്തി. എവിടെ നോക്കിയാലും എങ്ക പാത്താലും പുഷ്പം മട്ടുണ്ടായിരിക്കും. ആകെ പുഷ്പിച്ച് നിൽക്കുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഇതാ പുഷ്പത്തിൻ്റെ ഒരു ഊഞ്ഞാലുണ്ടാക്കി വെച്ചിരിക്കുന്നു. ബാബു ആടണോ? പ്രശ്നം ഊഞ്ഞാലിൽ ചങ്ങലിട്ടുകൊണ്ട് മാത്രം ബാബു ആടുന്നില്ല. സുഹൃത്തുക്കളെ, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ത് സുന്ദരമാണ്. ഒരു വ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ചിത്രനാണ് ഓർമ്മ വരിക. സുഹൃത്തുക്കളെ ബ്രോ, നല്ലൊരു ട്രെൻഡാണ് മൂപ്പര് കൊണ്ടുവന്നത്. ഇവിടെ കാക്ടസ് ഗാർഡൻ ഉണ്ട്, കള്ളിമുൾച്ചെടിൻ്റെ ഗാർഡൻ. ഇവിടെയൊക്കെ ഉള്ളത് മൊത്തം കള്ളിമുൾച്ചെടിയാന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. കല്ലാനൈ ഡാം, അതിൻ്റെ ഒരു പ്രതീകാത്മക രൂപം എന്തോന്ന് പറയില്ലേ, റെപ്രസെൻറ്റേഷൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടേക്ക് ലൈറ്റിങ്സ് ഒക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ആണെങ്കിലും ഒന്നുകൂടി വൈബായിരിക്കും തോന്നുന്നുണ്ട്. എല്ലാം ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, മരത്തുമലൊക്കെ ഒരുപാട് ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട്. രാത്രി ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സ്റ്റേജിലുള്ള പ്രോഗ്രാംസ് ഇപ്പോൾ നടക്കുന്നതല്ല, രാത്രി വേറെ പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് അടുത്ത പ്ലാനിനെ പറ്റി ആലോചിക്കാം. ഊട്ടിയിൽ ബ്ലോക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോലിട്ടോ. ഊട്ടിയിട്ട് ബ്ലോക്ക് കാണാത്തവരുണ്ടാവില്ല. എന്തായാലും നമ്മളിതാ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫ്ലവർ ഷോ കഴിഞ്ഞ് ഇറങ്ങി ബോട്ട് ഹൗസ് പോകുന്ന വഴിക്ക് മുടിഞ്ഞ ബ്ലോക്ക്. ഫ്ലവർ ഷോൻ്റെ തിരക്കുണ്ടാവും, പിന്നെ ഓൾറെഡി ഊട്ടിയിലുള്ള തിരക്കുണ്ട്. ഒരിഞ്ഞ വെയില്, ഒരിഞ്ഞ തിരക്ക്. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിൻ്റെ അവിടെ എത്തി. ബോട്ട് ഹൗസിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് റോഡ് സൈഡിൽ വണ്ടിയിട്ട് പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കാണാം. പിന്നെ നേരം
1:30 ഇപ്പം ബോട്ട് ഹൗസ് പണി കയറിയിട്ട് മെല്ലെ ഇങ്ങനെ റിട്ടേൺ പോകണമെന്നാണ് വിചാരിക്കണത്. എന്നിട്ട് നമ്മുടെ ഹംഗർഫോർഡ് ടീ എസ്റ്റേറ്റ് പോലത്തെ നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ ഒന്ന് പോകണമെന്നുണ്ട്. പോയിട്ടുണ്ട്, ബാബ്സ് പോയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളും കൂടി ഒന്ന് പോയിട്ടേ തിരിച്ച് വീട്ടിൽ പോവാം. ഒരു ചെറിയ അപ്ഡേറ്റ് വരാനേ, നമുക്കിപ്പം ഈ ബോട്ട് ഹൗസിൻ്റെ ഒക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ സ്കാനിങ് QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് തന്നെ ജസ്റ്റ് 2 minutes നമുക്ക് ഇത് ലോഗിൻ ചെയ്തിട്ട് നമുക്കിത് ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഈ ഒരു സെറ്റപ്പ് ആവുന്ന സമയത്ത് നേരത്തെ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ടാണ് എൻ്റർ ചെയ്തത്. ബോട്ട് ഹൗസിൽ നമ്മൾ എൻ്റർ ചെയ്തു. വെറുതെ തേര ഭാര നടക്കുന്നു. കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ കാണാം. അതുപോലെ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി വെക്കാം. ഒന്ന് കറങ്ങി അടിച്ചിട്ട് ചെറിയ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒന്ന് പോകാം. വിശാലമായ ബോട്ട് ഹൗസിലേക്ക് കണ്ണും നട്ട് ഒരു കാര്യമില്ല. ബോട്ട് ഹൗസിൽ ബോട്ടുകൾ കടന്ന് പുളകം കൊള്ളുന്നു. നമ്മുടെ ടോയ് ട്രെയിൻ അവിടെ ദൂരെ പോകുന്നുണ്ട്. എന്തായാലും ഗോപ്രോയിൽ കാണില്ല. പിന്നെ ഇവിടെ സിപ്പ് ലൈനിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലത്തെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ. അതുപോലെ ഈ ഒരു തൂക്കുപാലം അതും ഓപ്പൺ ആക്കിയിട്ടില്ല. അതുപോലെ അവിടെ ഒരു 1-2 സെറ്റപ്പുകളൊക്കെ നല്ല ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മറ്റേ ജയന്റ് സിംഗ് അതും അവിടെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഊട്ടി ലേക്കിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഹലോ, ഊട്ടിയിൽ മഴ പെയ്തു ഗുയ്സ്. ഊട്ടിയിൽ മഴ. ബാബുവിടെ മഴയെ തുമഴയെന്ന് പാട്ട് പാടിയപ്പോഴേ എനിക്ക് തോന്നി ഊട്ടിയിൽ മഴ പെയ്യുന്നു. ബോട്ട് ഹൗസിൽ പെട്ടു ഗൈസ്. വണ്ടിയിലേക്ക് പോകാനും മഴ, വണ്ടി പോയാൽ വണ്ടിയിൽ കയറിയാലും മഴ, വണ്ടി ഓടിക്കുമ്പോഴും മഴ, ഫുൾ മഴ. നമ്മൾ ഊട്ടിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ സ്പോട്ട് കണ്ട്. ഈ സ്പോട്ട് ആദ്യം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ ആയി പായലൊക്കെ നിറഞ്ഞ് വേറൊരു മൂടായിട്ടുണ്ട് ഈ ഒരു പ്ലേസ്. കേട്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഇനിയും വെള്ളം കൂടും. ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. ഇതുപോലെ വേറൊരു ലൊക്കേഷനും കൂടി ഉണ്ട്. അത് അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്പോട്ട് ഇതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇറങ്ങണില്ല, മഴ ആയതുകൊണ്ട് നല്ല ചൊറയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ചളിയും പുളിയൊക്കെയാണ് ആദ്യം. ഇത് നമ്മൾ ജസ്റ്റ് ഊട്ടിയിൽ നിന്ന് മസ്സിനും കൂടി പോകാത്ത ആ റൂട്ട് നേരെ മുന്നോട്ടുണ്ടാകും. നമ്മൾ കൂടുതൽ റൂട്ട് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോകാം. ഇപ്പോഴും മഴയാണ്, നമ്മൾ പോവാം. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ വേറെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വന്ന വഴിക്ക് സ്ഥലം കണ്ട മിക്കവാറും 90% പേർക്ക് അറിയുണ്ടാവും. ഇതാണ് ഹംഗർഫോർഡ് ടീ എസ്റ്റേറ്റ്. അപ്പം അതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പം മഴയൊക്കെ ഇത് അടിപൊളി ക്ലൈമറ്റും സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. കോടമഞ്ഞൊക്കെ ആയി. കുറേ പേര് ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ 150 രൂപയോ മറ്റാണ് ചാർജ് ചെയ്യുന്നത്. 100 രൂപ മിനിമം ഉണ്ട്. എന്തായാലും അതൊക്കെ വെറുതെയാണ്, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം എൻജോയ് ചെയ്യാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കാഴ്ചകൾ അവിടെയും കാണാനുണ്ട്.